ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സി അടുത്ത കാലത്ത് ചോദിച്ച ചില ചോദ്യങ്ങൾ, അതുമായി അനുബന്ധമായി കേരള പി എസ് സിക്ക് മുൻകാലങ്ങളിൽ വന്ന ഭരണഘടനാ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യം നമുക്ക് ആമുഖത്തിലെ ചില ചോദ്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് അറിയുമോ എന്ന് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് തുടർന്ന് കാണുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ആ ചോദ്യം അറിയുമോ നോക്കണം. തുടർന്ന് നമുക്കൊരു 10 ചോദ്യങ്ങൾ വേറെയും ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഞാനൊന്ന് വ്യക്തമാക്കി കാണിച്ചു തരാം. ഒന്ന് വെയിറ്റ് ചെയ്യൂ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ആ ചോദ്യം ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇതായിരുന്നു ആ ചോദ്യം. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നായിരുന്നു ചോദ്യം. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നു. തീർച്ചയായും ഇങ്ങനത്തെ ഒന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം, ഈ 1-2 പ്രസ്താവനകളിൽ ഒന്നേ ശരിയാവുള്ളൂ. ഒന്നില്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നോ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നോ ഏതെങ്കിലും 2 വരാൻ പറ്റുള്ളൂ, അല്ലേ? ഏതെങ്കിലും ഒന്നായിരിക്കും ശരി. അപ്പോൾ 1-2 ഉത്തരത്തിൽ വരില്ല. 1-2 ഉത്തരത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് തെറ്റാണെന്നിടാം. അപ്പോൾ ആൾ ഓഫ് ദ എബവും തെറ്റാണ്. ഇനി നമുക്ക് ആകെ ഉറപ്പിക്കാനുള്ളത് 1, 3 ആണോ 2, 3 ആണോ ശരി എന്ന് മാത്രമാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ 1, 3 ആയിരിക്കും ശരി. അത്രയും സിമ്പിളാണ് പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ. മാത്രമല്ല, ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നു. ആമുഖം ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചില ചോദ്യങ്ങളിലേക്ക് പോകാം. പിന്നീട് വിശദമായി ഈ കാര്യങ്ങൾ പഠിക്കാം. അടുത്ത ചില ചോദ്യങ്ങൾ കൂടി ഒന്ന് നോക്കുക. അപ്പോൾ അടുത്ത ചില ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ നോക്കൂ. അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഉത്തരം അറിയാമോ? എത്ര പേർക്ക് ഉത്തരം അറിയാം? പറയൂ, എത്ര പേർക്ക് ഉത്തരം അറിയുന്നുണ്ട്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് BN റാവു ആണ്. ആരാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്? അത് BN റാവു ആണ്, മറന്നു പോകണ്ട. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം കടം കൊണ്ട രാജ്യം എവിടെ എന്നാണ്. നമ്മൾ ആമുഖം എന്നുള്ള ആശയം ഏത് രാജ്യത്ത് നിന്നാണ് കടം കൊണ്ടത് അറിയാമോ? USA ആണ്, അമേരിക്കയാണ്. ആമുഖം നിങ്ങൾക്കറിയാം. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഭരണഘടനയുടെ ഭാഗം 1 ആമുഖം എന്ന് പറയുന്നത്. ഭാഗം 1 ആമുഖമാണ്. ഭാഗം 3 ഏതാണ്? ഭാഗം 3 മൗലിക അവകാശങ്ങളാണ്. ഭാഗം 4 ഭാഗം 4 എന്ന് പറയുന്നത് മറന്നു പോകണ്ട. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളും ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളുമാണ്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് PSC പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ ഏത് ഭാഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് ആമുഖവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് ആമുഖമാണ്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച തീയതി ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഓർത്തിരിക്കണം നിങ്ങൾ. ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. ലക്ഷ്യപ്രമേയം എന്തായിട്ട് മാറുന്നു? ആമുഖമായി മാറുന്നു. അങ്ങനെ ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 13-നാണ് 1946 ഡിസംബർ 13-നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യമായി സമ്മേളിക്കുന്നത് ഡിസംബർ 9-നാണ്. അന്ന് താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. തുടർന്ന് ഡിസംബർ 11-ന് ഭരണഘടനാ നിർമ്മാണ സഭ, ആ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് സ്ഥിരം അധ്യക്ഷനാകുന്നുണ്ട് രാജേന്ദ്ര പ്രസാദ്. ഡിസംബർ 13 അത് എന്താണ്? അത് ഭരണഘടനാ അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. 1946 ഡിസംബർ 13-നാണത്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ആമുഖമനുസരിച്ച് ഇന്ത്യയുടെ സ്വഭാവം എന്തായിരുന്നു?
ഭരണഘടന വരുന്ന സമയത്ത് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിരുന്നു. പിന്നീട് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെടുന്നുണ്ട്. ഭരണഘടനയുടെ ആമുഖം ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്യപ്പെടുന്നത്. ആ ഭേദഗതി ചെയ്യുന്നതിലൂടെയാണ് അതിന് സോഷ്യലിസ്റ്റ് എന്നും മതേതരം എന്നുള്ള വാക്കും കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെയാണ് പിന്നീടത് പരമാധികാര മതേതര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആവുന്നത്. പക്ഷെ ഭരണഘടന വരുമ്പോൾ, നിലവിൽ വരുന്ന സമയത്ത് അതിൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആ 42ാം ഭരണഘടനാ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്. ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്യപ്പെടുന്നത് അതിലൂടെയാണ്. അതാണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ളതിലെ സോഷ്യലിസ്റ്റ് മതേതര എന്നുള്ള വാക്കുകൾ, സോഷ്യലിസ്റ്റ് സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്നുള്ളതിന് സ്ഥിതി സമത്വ എന്നുള്ള മലയാള വാക്ക് നമുക്ക് ഉപയോഗിക്കാം വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി 1949 നവംബർ 26 ആ നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നവംബർ 26 ഭരണഘടനാ ദിനം അഥവാ നിയമദിനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടാടാറുണ്ട്. ഭരണഘടനാ ദിനം അഥവാ നിയമദിനമായിട്ട് കൊണ്ടാടാറുണ്ട്. ആമുഖം ഉറപ്പു നൽകുന്ന 3 തരം നീതികൾ ഏതെല്ലാമാണ്? ആമുഖം ഉറപ്പു നൽകുന്ന 3 തരം നീതികൾ എന്ന് പറയുന്നത് സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയപരമായ നീതിയാണ്. സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയപരമായ നീതിയാണ് ആമുഖം ഉറപ്പു നൽകുന്നത്. ഇത് നമ്മൾ റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി എന്ന ആശയം ഏത് വിപ്ലവത്തിൽ നിന്നാണ്? റഷ്യൻ വിപ്ലവം 1917. ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഞാൻ പറഞ്ഞു ഭരണഘടനയ്ക്ക് പല ഭാഗങ്ങളുണ്ട്. അതിൽ ഭാഗം 1 ആമുഖം. ആമുഖത്തിലാണ് എന്ത് പറയുന്നത്? ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്ന വാക്യം താഴെ പറയുന്നവയിൽ ഏതാണ്? അത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഭാരതത്തിലെ ജനങ്ങളായ നാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമോ? അറിയില്ലെങ്കിൽ, ഇതിലേതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ അറിയില്ലെങ്കിൽ ക്ലാസ് കാണുക. അറിയുമെങ്കിലും ഒരു ക്വിക്ക് റിവിഷന് വേണ്ടി നമുക്ക് ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട പ്രധാന ഭാഗങ്ങളിലേക്ക് പോകാം. ഇപ്പം ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. അതിലെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ ബൃഹത്തായ ഒന്നാണ്. ഇതിനൊട്ടനവധി സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളുടെ സാരാംശം. ഇപ്പം ആമുഖം എന്ന് പറയുന്നത് ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ്. ഭരണഘടനയുടെ ബേസിക് പ്രിൻസിപ്പിൾ, അടിസ്ഥാന ആദർശങ്ങൾ, വാല്യൂസ് അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ആമുഖത്തിൽ അതിൻ്റെ അടിസ്ഥാന ആദർശങ്ങളുമുണ്ട്, മൂല്യങ്ങളുമുണ്ട്. ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നു. സോ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കണം. ആമുഖത്തിൻ്റെ രൂപീകരണം. ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് BN റാവു ആണ്. ആരാണ് ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്? ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് BN റാവു ആണ്. ഓർക്കുക, ആരാണത്? BN റാവു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരാമുഖം വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് BN റാവു ആണ്. BN റാവു ആണ് ഭരണഘടനയ്ക്ക് ഒരാമുഖം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ആമുഖം വേണമെന്നുള്ള ഒരാവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ആരാണ്? മറന്നു പോകരുത്, അത് BN റാവു ആണ്. ആമുഖം വേണമെന്നുള്ള ആവശ്യം, ആമുഖം വേണം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്നുള്ള ആവശ്യം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്, ആദ്യമായി
ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? BN റാവു ആണ്. എന്നാൽ നമുക്കറിയാം ആര് അവതരിപ്പിച്ച ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത് 1946 ഡിസംബർ എത്രാം തീയതിയാണ്? 13. നമ്മൾ ആ കാലഗണന നോക്കുമ്പോൾ ഓർക്കുക, നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കാലഗണന നിങ്ങൾ ഓർക്കുക. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിക്കുന്നത്. ഡിസംബർ 11 അതിന് ഒരു സ്ഥിരം അധ്യക്ഷൻ ഉണ്ടാകുന്നത്. ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത്. ഇപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ പ്രധാന ചോദ്യങ്ങളൊക്കെ PSC പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യം സമ്മേളിക്കുന്നത് നോക്കൂ, ഓരോ 2 ദിവസത്തെ വ്യത്യാസമാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിക്കുന്നത് ഡിസംബർ 9. ആ ഡിസംബർ 9 അതിന് ഒരു താൽക്കാലിക അധ്യക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ആ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ്. അദ്ദേഹം അതിലെ ഏറ്റവും പ്രായം കൂടിയ ആളാണ് അവിടെ കൂടിയതിൽ. അങ്ങനെയാണ് സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. സച്ചിദാനന്ദ സിൻഹ. എന്നാൽ ഡിസംബർ 11 അതിനൊരു സ്ഥിരം അധ്യക്ഷൻ ഉണ്ടാവുകയാണ്. ആ സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? രാജേന്ദ്ര പ്രസാദാണ്. സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്നത് രാജേന്ദ്ര പ്രസാദാണ്. അപ്പോൾ ഓർക്കുക, ഈ 2 കൂട്ടിയാൽ മതി. 9 ആദ്യം ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിക്കുന്നു. അതിന് ഒരു താൽക്കാലിക അധ്യക്ഷൻ ഉണ്ടാകുന്നു. ആ താൽക്കാലിക അധ്യക്ഷനാണ് ആര്? സച്ചിദാനന്ദ സിൻഹ. ഡിസംബർ 11 അതിനൊരു സ്ഥിരം അധ്യക്ഷൻ ഉണ്ടാകുന്നു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച പ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? അതിൻ്റെ ആമുഖമായിട്ട് മാറുന്നത്. ആ ആമുഖം അവതരിപ്പിക്കുന്നത് ഡിസംബർ 11 കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ്? ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പക്ഷേ ഭരണഘടനയുടെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭരണഘടനയുടെ ശില്പി ആരാണ് എന്ന് ചോദിച്ചാൽ ഭരണഘടനയുടെ ശില്പി നമുക്കറിയാം. ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് ആരാണ്? ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് അത് ആരാണ്? അത് അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്നാൽ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ മറന്നു പോകരുത്, അത് ആമുഖത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. എന്നാൽ ഭരണഘടനയുടെ ശില്പി അത് ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇപ്പം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീടാവുന്നത്. അങ്ങനെ ലക്ഷ്യപ്രമേയം വരുന്നു. എന്നാണ് ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കുന്നത്? അതും കൂടി അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം പാസ്സാക്കുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ഡിസംബർ 23 എന്നാണ് ഡിസംബർ 23. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം പാസ്സാക്കുന്നത് 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം പാസ്സാക്കുന്നത്. അതും കൂടി ഓർത്തിരിക്കണം. ലക്ഷ്യപ്രമേയം പാസ്സാക്കുന്നത് എന്നാണ് 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം പാസ്സാക്കുന്നത്. ഇപ്പം ആമുഖത്തിന് ചില സവിശേഷതകളുണ്ട് എന്ന് പറഞ്ഞു. ആമുഖത്തിന് അതുകൊണ്ട് തന്നെ ചില വിശേഷണങ്ങളുമുണ്ട്.
ആമുഖത്തിന്റെ വിശേഷണത്തിൽ പ്രധാനപ്പെട്ടത് എന്താണ്? ഭരണഘടനയുടെ താക്കോലാണ്, ഭരണഘടനയുടെ ആത്മാവാണ്, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ്. എന്തെല്ലാമാണ് ആമുഖത്തിന്റെ വിശേഷണങ്ങൾ? എന്തെല്ലാമാണ് ആമുഖത്തെ വിശേഷിപ്പിക്കുന്നത്? ആമുഖത്തിന്റെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത്, ആമുഖത്തിന്റെ വിശേഷണം എന്താണ്? അത് ഭരണഘടനയുടെ ആത്മാവാണ്, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ്, ഭരണഘടനയുടെ എന്താണ്? താക്കോലാണ്. അപ്പോൾ ആമുഖത്തിന്റെ വിശേഷണം എന്ന് പറയുന്നത് അത് ഭരണഘടനയുടെ എന്തൊക്കെ അറിയപ്പെടുന്നു? ഭരണഘടനയുടെ ആത്മാവാണത്, ഭരണഘടനയുടെ താക്കോലാണ്, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ്. ഇതൊക്കെ തന്നെ എന്തിൻ്റെ വിശേഷണങ്ങളാണ്? ഭരണഘടനയുടെ വിശേഷണങ്ങളാണ്. ഇപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ വിശേഷണങ്ങൾ ചോദിച്ചാൽ അത് ഭരണഘടനയുടെ ആത്മാവാണ്, ഭരണഘടനയുടെ താക്കോലാണ്, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ്. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ വിശേഷണങ്ങൾ എന്തെല്ലാം? ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആമുഖമാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത്, ആത്മാവ് എന്നറിയപ്പെടുന്നത്, തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഭരണഘടനയുടെ ആമുഖമാണ്. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം. ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആമുഖം ആരംഭിക്കുന്നത് മറന്നു പോകണ്ട. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആമുഖത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്, ആമുഖത്തിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആമുഖത്തിന്റെ സ്റ്റാർട്ടിംഗ് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം ആരംഭിക്കുന്നത്. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം. ഓർക്കണം, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇനി തെറ്റരുത്. ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ആമുഖം ആരംഭിക്കുന്നത്. ആമുഖത്തിൽ എങ്ങനെയായിരുന്നു ഇന്ത്യയെ വ്യവസ്ഥാപിച്ചിരുന്നത്? ഇന്ത്യയെ വ്യവസ്ഥാപിച്ചിരുന്നത് ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ടായിരുന്നു, അല്ലേ? ഭരണഘടന നിലവിൽ വരുന്നത് നിങ്ങൾക്കറിയാം. 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വരുന്നത്, അല്ലേ? 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിലെന്താ ഉണ്ടായിരുന്നത്? ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ അതിന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രത്തലവനുണ്ട്. ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് അതിനെ വ്യവസ്ഥാപിച്ചിരുന്നത്. എന്നാൽ 42ാം ഭരണഘടനാ ഭേദഗതി, ആ 42ാം ഭരണഘടനാ ഭേദഗതി അതിനെ എന്തെന്ന് പറയുന്നു? ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. 42ാം ഭരണഘടനാ ഭേദഗതി. ആ 42ാം ഭരണഘടനാ ഭേദഗതിയെ, ഇതൊക്കെ PSCക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. 42ാം ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത് ചെറു ഭരണഘടന എന്നാണ്. മിനി കൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. ആ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അതിലേക്ക് എന്തെല്ലാം ആഡ് ചെയ്യപ്പെടുകയാണ്? സോഷ്യലിസ്റ്റ് എന്ന് ആഡ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ സെക്യുലർ, മതേതരത്വം. അതോടുകൂടി ഇന്ത്യ എന്തായിട്ട് മാറുന്നു? പരമാധികാര. ഇന്ത്യയുടെ എങ്ങനെയായി മാറുന്നു? പരമാധികാര, എങ്ങനെ? മതേതരത്വ, സോഷ്യലിസ്റ്റ്, ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് മാറും. ഇതാണ് ആ മാറ്റം വരുന്നത്. ഇത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ
ജനുവരി 26 നിലവിൽ വരുമ്പോൾ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഈ ഭേദഗതിയിലൂടെയാണ് അതിലേക്ക് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഈ സോഷ്യലിസം, മതേതരത്വം എന്നുള്ള രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. അതോർക്കണം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഓക്കെ, അപ്പോൾ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എങ്ങനെയാണെന്ന് പറയാം. ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത് ഒരേ ഒരു തീയതിയാണ്. ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി എന്ന് പറഞ്ഞാൽ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി, ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത് ഒരേ ഒരു തീയതിയാണ്. ആ തീയതി എന്ന് പറയുന്നത് ഏതാണ്? അത് 1949 നവംബർ 26 ആണ്. ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി, ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി എന്ന് പറയുന്നത്, ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണും ചീമ്പി പറയാൻ പറ്റണം. അത് ഏതാണ്? 1949 നവംബർ 26 ആണ്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിക്കുന്നത്. അന്നാണ് ഭരണഘടന അംഗീകരിക്കുന്നത്. ആ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് ഭരണഘടനാ ദിനം അഥവാ നിയമദിനമായി നമ്മൾ കൊണ്ടാടുന്നത്. ഭരണഘടനാ ദിനം അഥവാ നിയമദിനമായി നമ്മൾ കൊണ്ടാടുന്നത് എന്നാണ്. അത് ഭരണഘടന അംഗീകരിച്ച ആ ദിവസമാണ്. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്നത് എന്നാണ്? ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26 ആണ്. അത് റിപ്പബ്ലിക് ഡേ ആണ്. കാരണം അതോടുകൂടി ഇന്ത്യക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആര് വരികയാണ്? ഒരു രാഷ്ട്രത്തലവൻ വരികയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രത്തലവനുള്ള ഒരു രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. എന്തിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്? അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രത്തലവനുണ്ടായിരിക്കും. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രത്തലവനുണ്ടായിരിക്കും. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. ആ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രത്തലവനുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അത് റിപ്പബ്ലിക് ഡേ ആണ്. ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഓർക്കുക, റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള രാഷ്ട്രമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ ഉള്ള രാജ്യമാണ്. അതിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇത്രയും ആശയങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമായും അറിയണം. ഇപ്പോൾ ഭരണഘടന ഉറപ്പ് നൽകുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഭരണഘടന ഉറപ്പ് നൽകുന്ന ലക്ഷ്യങ്ങൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ്. നമ്മുടെ ഭരണഘടന നിങ്ങൾക്ക് ഭരണഘടന ഉറപ്പ് വരുത്തേണ്ട ലക്ഷ്യങ്ങൾ, ഭരണഘടന ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഏതെല്ലാമാണ്? ഭരണഘടന ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അതിൽ പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണ്? നീതിയുണ്ട്, അതിൽ സ്വാതന്ത്ര്യമുണ്ട്, സമത്വമുണ്ട്, സാഹോദര്യമുണ്ട്. ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന 3 തരത്തിലുള്ള നീതികൾ ഏതൊക്കെയാണ്? സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം. ഇങ്ങനെ സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നുള്ള നീതി എന്നുള്ള ആശയം നമ്മൾ കടമെടുക്കുന്നത് റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് 1917 സോ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ പഠിച്ചത്? നമ്മൾ വളരെ ക്വിക്കായിട്ടൊന്ന് പോകാം, എന്നിട്ട് നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ പഠിച്ചത്? ഇതുവരെ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കാം. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പഠിച്ചത് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. 1949 നവംബർ 26. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ എപ്പോഴും നമ്മുടെ ഭരണഘടന പൂർത്തിയായിട്ടില്ല. 46 ഡിസംബർ 9 മുതൽ തുടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ പ്രവർത്തനം. 1949 നവംബർ 26 അത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. അത് ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി കൂടിയാണ് 1949 നവംബർ 26 ഭരണഘടന അംഗീകരിക്കുന്ന എന്നാണ്. അതിനെ ഭരണഘടനാ ദിനം അഥവാ നിയമദിനമായിട്ട് ആഘോഷിക്കുന്നു. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26
1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് റിപ്പബ്ലിക് ഡേ ആണ്. അപ്പൊ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഈ 1949 നവംബർ 26 ആണ്. ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ, തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അവിടെ ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കുന്നത്. ഭരണഘടനയെ സംബന്ധിച്ച് നിങ്ങൾ ഓർക്കേണ്ട ചില ഡേറ്റുകൾ. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരുന്നത് ഡിസംബർ 9 അന്ന് താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുക്കുന്നുണ്ട്. താൽക്കാലിക അധ്യക്ഷനായിട്ട് ആരെ തെരഞ്ഞെടുക്കുന്നു? സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുക്കുന്നു. ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷൻ ഉണ്ടാകുന്നു, അത് രാജേന്ദ്ര പ്രസാദാണ്. ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയുടെ ആമുഖം അതുകൊണ്ട് തന്നെ തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആയതുകൊണ്ട് ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. എന്നാൽ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഒരാമുഖം ആദ്യമായി വേണമെന്ന് ആവശ്യപ്പെടുന്നത് BN റാവു ആണ്. ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം ആരംഭിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് ഭരണഘടനയുടെ മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഭരണഘടനയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ അല്ലേ. ഇന്ത്യൻ ഭരണഘടന വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആശയം സ്വീകരിച്ച ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. അതിനാൽ തന്നെ ഇതിനെ കടം കൊണ്ട ഭരണഘടന എന്ന് പറയാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട PSCക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. എന്തെല്ലാം ചോദ്യങ്ങൾ? അപ്പോൾ ഈ ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവനയാണ് മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്നാമത്തെ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ 1ഉം 2ഉമാണ് ശരി. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അതേസമയം നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം, പിന്നെ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ 1ഉം 2ഉം മാത്രമാണ് ശരി. അതുകൊണ്ട് ഓപ്ഷൻ A ആണ് ഇവിടെ ശരി. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും വലിയ സ്രോതസ്, ഭരണഘടന എങ്ങനെ ബോറോവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു ഭരണഘടനയെ. ഭരണഘടന പലതിൽ നിന്നും കടമെടുത്തിട്ടാണ് ഭരണഘടന ഉണ്ടാവുന്നത്. അപ്പം ഭരണഘടന ഏതെല്ലാം കാര്യങ്ങൾ, ഏതെല്ലാം ആശയങ്ങളിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അപ്പോൾ അത് USA ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. മറ്റേ ഭരണഘടന ഏറ്റവും വലിയ സ്രോതസ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അത് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമം കൂടിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 9ാം ക്ലാസ്സിലെ പുതിയ പാഠത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റഷ്യൻ ഭരണഘടന ഇതൊക്കെ കടമെടുത്തിട്ടുണ്ട്. ഇനി അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, അങ്ങനെ ഒട്ടനവധി രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഭരണഘടന ആശ്രയിച്ചത് ഏതിനെയാണ്? ആ ചോദ്യത്തിന് ഉത്തരം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത് ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം മൗലികാവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നിവ കടം കൊണ്ടത് ഏത് രാജ്യത്താണ്? കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ. ആമുഖം കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? USA നിന്നാണ്, അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും അമേരിക്കയിൽ നിന്നാണ്. അപ്പം അമേരിക്കയിൽ നിന്ന് കടമെടുത്ത USA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് കടമെടുത്ത ചില ആശയങ്ങൾ മനസ്സിലായല്ലോ. മുഴുവൻ നമുക്ക് ക്ലാസ് പറയാം. താഴെ പറയുന്നവയിൽ റഷ്യയിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങൾ ഏതെല്ലാമാണ്? റഷ്യയിൽ നിന്ന് നമ്മൾ കടം കൊണ്ടത് മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളുമാണ്.
റഷ്യ ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടമാണ് റഷ്യയിൽ അന്ന് ഉണ്ടായിരുന്നത്. സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിൽ നമുക്കറിയാം പ്ലാനിംഗ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഗവൺമെന്റ് ആണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. എന്നാൽ ഒരു മുതലാളിത്ത രാഷ്ട്രത്തിൽ അതല്ല. മുതലാളിത്ത രാഷ്ട്രത്തിൽ എന്താണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്? വിപണിയാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുക ഏതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിലാണ്? സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലാണ്. അതുകൊണ്ടാണ് അവിടെ പഞ്ചവത്സര പദ്ധതികൾ, അവിടെ എന്തുണ്ടായിരുന്നു? പ്ലാൻഡ് എക്കണോമി ഉണ്ടായിരുന്നു. ആ പ്ലാൻഡ് എക്കണോമി ഇന്ത്യ കടം കൊള്ളുന്നുണ്ട്. കാരണം ഇന്ത്യ ഒരു മിശ്ര സമ്പൽ വ്യവസ്ഥയാണ്. മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും നല്ല കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മളൊരു സമ്പൽ വ്യവസ്ഥയെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിശ്ര സമ്പൽ വ്യവസ്ഥയായതുകൊണ്ട് നമ്മൾ സോവിയറ്റ് റഷ്യയിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൗലിക കടമകൾ അതും കൂടി സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്നിവ ഏത് രാജ്യത്ത് നിന്ന് കടം കൊണ്ട ആശയങ്ങളാണ്? നമുക്കറിയാം ഇന്ത്യക്ക് പല ലിസ്റ്റുകളുണ്ട് അല്ലേ? ഇന്ത്യയുടെ ഭരണഘടനയിൽ പല ലിസ്റ്റുകളുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട നിയമനിർമ്മാണം നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. നിയമനിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഒന്ന് പാർലമെന്റിൽ വെച്ച് നടക്കും. അതായത് നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്ന അവിടെ പാർലമെന്റ് ഉണ്ട്. നമ്മുടെ എം പിമാരും രാജ്യസഭാ എം പിമാരും ലോക്സഭാ എം പിമാരൊക്കെ എത്തിച്ചേരുന്ന സ്ഥലം, അവിടെ നിയമനിർമ്മാണം നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്ത്യ ഒരു ഫെഡറൽ വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? നിയമസഭകളുണ്ട്. അവിടെയും നിയമനിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പം നിയമനിർമ്മാണം നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്, ഒന്ന് പാർലമെന്റും ഒന്ന് സംസ്ഥാന നിയമസഭകളും. അപ്പം ഈ നിയമം രണ്ടു കൂട്ടരും ഒരേ കാര്യത്തിൽ നിയമം ഉണ്ടാക്കുകയും അത് വിരുദ്ധമാവുകയും ചെയ്താലോ? അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടർക്കും നിയമം നിർമ്മിക്കേണ്ട മേഖലകളെ കുറിച്ച് ഭരണഘടന കൃത്യമായിട്ട് പറയുന്നു. അതാണ് ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിൽ കേന്ദ്ര ഗവൺമെന്റിന് പാർലമെന്റിന് നിയമം നിർമ്മിക്കാൻ അവകാശമുള്ളതാണ് യൂണിയൻ ലിസ്റ്റ്. എന്നാൽ സംസ്ഥാന നിയമസഭകൾക്ക് നിയമം നിർമ്മിക്കാൻ അവകാശപ്പെട്ട വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. രണ്ടു കൂട്ടർക്കും നിയമം നിർമ്മിക്കാൻ പറ്റാവുന്ന സ്ഥലമാണ് കൺകറന്റ് ലിസ്റ്റ്. അതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാർലമെന്റിന് രണ്ട് സഭകളുണ്ട്, അധോസഭയും ഉപരിസഭയും. ഉപരിസഭ എന്ന് പറയുന്നത് രാജ്യസഭയാണ്, അധോസഭ എന്ന് പറയുന്നത് ലോകസഭയാണ്. അപ്പോൾ ഈ അധോസഭയും ഉപരിസഭയും വെവ്വേറെ സമ്മേളനങ്ങളാണ് നടക്കുക. പക്ഷെ രണ്ടിനും കൂടി സംയുക്ത സമ്മേളനമുണ്ട് ചില സന്ദർഭങ്ങളിൽ. അങ്ങനെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്നിവ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? അത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച. കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടല്ലേ? തീർക്കാം നമുക്ക്. എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറയാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച എന്നിവ നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. എവിടെ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നാണ്. അവശിഷ്ടാധികാരം, സംസ്ഥാന ഗവർണർമാരുടെ നിയമനം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം എന്നീ ആശയങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്? അത് നമ്മൾ കാനഡയിൽ നിന്നാണ്. എവിടെ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്? കാനഡയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? അത് ജർമ്മനിയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ചില മൗലികാവകാശങ്ങൾ, മുഴുവൻ മൗലികാവകാശങ്ങളല്ല, ചില മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളുണ്ട് അല്ലെ? ആ മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആർക്കും നിഷേധിക്കപ്പെടാൻ ഒന്നുള്ളതല്ല. അങ്ങനെ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. ആ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നത്, അത് അടിയന്തരാവസ്ഥ കാലത്ത് ആ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടും. അത് ജർമ്മനി വെയ്മർ ഭരണഘടന പ്രകാരമാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഭരണഘടനയിൽ. നടപ്പിലാക്കാൻ നിർബന്ധമില്ല, പക്ഷെ അത് നടപ്പിലാക്കിയാൽ നന്ന് എന്നുള്ള ഗൈഡ് ലൈൻസ് ആണ് അതിലുള്ളത്. അങ്ങനെ മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്കുള്ള രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവ എന്നിവ ഏത് രാജ്യത്ത് നിന്ന് സ്വീകരിച്ചതാണ്? അത് അയർലൻഡിൽ നിന്ന് സ്വീകരിച്ചതാണ്. റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്. അപ്പം നമുക്കിനി കടമെടുത്ത ആശയത്തിലേക്ക് പോകാം.
ഇവിടെയൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ എന്ത് ഭരണഘടന എന്ന് വിളിക്കുന്നു? ബോറോവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇന്ത്യൻ ഭരണഘടനയെ വിളിക്കുന്നത്. ഭരണഘടനയെ നമ്മൾ എന്താ വിളിക്കുന്നത്? ബോറോവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ഏതെല്ലാമാണ് എന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം. ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ഏതെല്ലാം? ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടവ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ എന്തെന്ന് വിളിക്കുന്നു? ബോറോവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. ബോറോവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയെ. അതായത് കടം കൊണ്ട ഭരണഘടന. കാരണം ഒട്ടനവധി രാജ്യങ്ങളിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങളുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. കടം കൊണ്ട ഭരണഘടന എന്ന് വിളിക്കുന്നു. അപ്പൊ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് ഏതെല്ലാം ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത്? ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടം കൊണ്ടിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടം കൊണ്ടിട്ടുള്ളത് എന്തിൽ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കടം കൊണ്ടിട്ടുള്ളത് എവിടെ നിന്നാണ്? കടം കൊണ്ടിട്ടുള്ളത് എവിടെ നിന്നാണ്? അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഏതാണത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. എന്താണത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യൻ പാർലമെന്റ് അല്ലെ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമം. ഏറ്റവും വലിയ നിയമമാണ്. ഏറ്റവും വലിയ നിയമം എന്ന പ്രത്യേകത 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടം കൊണ്ടിട്ടുള്ളത്. എന്തെല്ലാമാണ് കടം കൊണ്ടിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ? ഒന്ന്, ഗവർണർ പദവി എന്നുള്ള ഒരു ഭാഗം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഏതാണൊന്ന്? ഗവർണർ പദവി കടം കൊണ്ടിട്ടുള്ളത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഗവർണർ പദവി മാത്രമാണോ? ഗവർണർ പദവി മാത്രമല്ല, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി, അടിയന്തരാവസ്ഥ. പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി, അടിയന്തരാവസ്ഥ, ഇതെല്ലാം തന്നെ കടം കൊണ്ടിട്ടുള്ളത് നമ്മൾ എവിടെ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നോക്കൂ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ആരൊക്കെ ഉണ്ട്? ഗവർണർ പദവിയുണ്ട്, PSC ഉണ്ട്, ഫെഡറൽ കോടതിയുണ്ട്, അടിയന്തരാവസ്ഥയുണ്ട്. എങ്ങനെയാ ഓർത്തു വെക്കുക? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തീർച്ചയായിട്ടും ഗവർണറെ ഉൾക്കൊള്ളും. കാരണം എന്താ? ഗവർണർ എന്ന് പറഞ്ഞാൽ യൂണിയന്റെ ഒരു പ്രതിനിധിയാണ്, അല്ലേ? ഭരണഘടനയെ പരമായിട്ട് നമ്മുടെ കേന്ദ്രത്തിന്റെ ഒരു പ്രതിനിധിയാണ് നമ്മുടെ സംസ്ഥാനത്തിൽ. തീർച്ചയായിട്ടും അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അങ്ങനത്തെ ഒരു പദവി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷൻ നമുക്കറിയാം, അത് ഏത് കാലം മുതലുണ്ട്? അത് ആരംഭിക്കുന്നത് 1956 ശേഷമുള്ള, അതിന് മുന്നേ തന്നെ ഉണ്ട് എന്നറിയാം. PSC പബ്ലിക് സർവീസ് കമ്മീഷൻ. കാരണം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വേണം. അങ്ങനെ ചിന്തിച്ചാലും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉണ്ടായിരിക്കും. ഫെഡറൽ കോടതികളും നീതിന്യായ വ്യവസ്ഥയൊക്കെ ശരിക്കും ആരംഭിക്കുന്നത്, ഇന്ത്യയിൽ മര്യാദയ്ക്ക് ഒരു നിയമവ്യവസ്ഥയോടുകൂടി ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ്. ഇപ്പൊ ഫെഡറൽ കോടതികൾ, അടിയന്തരാവസ്ഥ. തീർച്ചയായിട്ടും
അവകാശങ്ങൾ നിഷേധിക്കുക എന്ന് പറയുന്നത്, അടിച്ചമർത്തുക എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രീതിയാണ്. സോ അവിടെ ഒരു അടിയന്തരാവസ്ഥയ്ക്കുള്ള വകുപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഗവർണറുണ്ട്, PSC ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഫെഡറൽ കോടതിയുണ്ട്, അടിയന്തരാവസ്ഥയുണ്ട്. അപ്പോൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് മാത്രമായിരിക്കില്ലല്ലോ നമ്മൾ തെരഞ്ഞെടുത്തുണ്ടാവുക. അമേരിക്കയിൽ നിന്ന് എന്തെല്ലാം ഉണ്ട്? തീർച്ചയായിട്ടും അമേരിക്ക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ, വ്യക്തി സ്വാതന്ത്ര്യം വളരെയധികമുള്ള ഒരു സ്ഥലമാണ്. വ്യക്തി സ്വാതന്ത്ര്യമാണ് അമേരിക്കയുടെ പ്രത്യേകത, അല്ലെ? വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമാണ് അമേരിക്കയിൽ. അതുകൊണ്ട് തന്നെ വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികവും നമുക്ക് അമേരിക്കയുമായിട്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമായിട്ട് കണക്ട് ചെയ്യാം. ആമുഖം അത് അമേരിക്കൻ ഭരണഘടനയിലാണ്. മൗലികാവകാശങ്ങൾ എന്താണ്? മൗലികാവകാശങ്ങൾ വ്യക്തിക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ്. ആ മൗലികാവകാശങ്ങൾ നമുക്ക് എവിടെ ചോദ്യം ചെയ്യാൻ പറ്റും? കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റും. ആമുഖം, മൗലികാവകാശങ്ങൾ, അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. നോക്കൂ, അതും അവിടെ എന്താണ്? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഈ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ വേണം. അതിൽ നീതിന്യായ വ്യവസ്ഥ മാത്രമല്ല, അതിന് മറ്റൊരു വാക്ക് കൂടി ചേർക്കുന്നു, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഏതൊരു ആധുനിക ജനാധിപത്യ ഗവൺമെന്റിലും നിങ്ങൾക്ക് ഈ 3 ഘടകങ്ങളെ കാണാം. ഏതെല്ലാമാണ് 3 ഘടകങ്ങൾ? ഒന്ന് എന്ന് പറയുന്നത് നിയമനിർമ്മാണ വിഭാഗം, മറ്റൊന്ന് കാര്യനിർവഹണ വിഭാഗം, മറ്റൊന്ന് നീതിന്യായ വിഭാഗം. ഈ നിയമനിർമ്മാണ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും ഒന്നിക്കാറില്ല. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്വതന്ത്രമായി, ഈ രണ്ടിൽ നിന്നും സ്വതന്ത്രമായി നിൽക്കുന്നു നീതിന്യായ വിഭാഗം. അതിനെയാണ് സ്വതന്ത്രം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഇന്ത്യ കടമെടുക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. എവിടെ നിന്നാണ് കടമെടുക്കുന്നത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന്. അതുമായി ബന്ധപ്പെട്ടതാണ് ജുഡീഷ്യൽ റിവ്യൂ. ഇതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. അപ്പോൾ ഏതെല്ലാമാണ് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത്? ആമുഖമുണ്ട്, മൗലികാവകാശങ്ങളുണ്ട്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുണ്ട്, ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്, രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാം. ആ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്. ലിഖിത ഭരണഘടന, ലോകത്തെ ആദ്യത്തെ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് നമുക്കറിയാം അമേരിക്കൻ ഭരണഘടനയാണ്. ആദ്യത്തെ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടനയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയും ഇന്ത്യയുടേതാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയും ഇന്ത്യയുടേതാണ്. പക്ഷെ ലോകത്ത് ആദ്യത്തെ നിലവിൽ വന്ന ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണ്. എഴുതപ്പെട്ട ഭരണഘടനയും എഴുതപ്പെടാത്ത ഭരണഘടനയുമുണ്ട്. എഴുതപ്പെടാത്ത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ബ്രിട്ടൻ. എഴുതപ്പെടാത്ത ഭരണഘടന, അവിടെ കീഴ്വഴക്കങ്ങളിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യുക. എഴുതപ്പെടാത്ത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ എന്താണ്? എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതിൽ ആമുഖമുണ്ട്, മൗലികാവകാശങ്ങളുണ്ട്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുണ്ട്, ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ഉണ്ട്, ലിഖിത ഭരണഘടനയുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി, വൈസ് പ്രസിഡന്റ്, ഫെഡറൽ നീതിന്യായ വ്യവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതിയും നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. വൈസ് പ്രസിഡന്റ് നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. അപ്പം അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് ആമുഖമുണ്ട്, മൗലികാവകാശങ്ങളുണ്ട്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുണ്ട്, ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ഉണ്ട്, ലിഖിത ഭരണഘടനയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. 1935 എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഫെഡറൽ കോടതി. ശ്രദ്ധിക്കണം, സുപ്രീം കോടതി USA-യിൽ നിന്നാണ്, ഫെഡറൽ കോടതി നമ്മൾ എവിടെ നിന്നാണ്? നോക്കൂ, അത് ഓർത്തു വെക്കണം. സുപ്രീം കോടതി നമ്മൾ USA-യിൽ നിന്നാണ്.
സുപ്രീം കോടതി USA-യിൽ നിന്നും, സുപ്രീം കോടതി വന്നാൽ അത് USA-യിൽ നിന്നാണ്. എന്നാൽ ഫെഡറൽ കോടതി എന്ന് പറയുന്നത് അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് അത് എവിടെ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് ഗവർണർ എന്നുള്ള പദവി നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. എന്നാൽ വൈസ് പ്രസിഡന്റ് എന്നുള്ള പദവി അത് നമ്മൾ USA-യിൽ നിന്നാണ്. വൈസ് പ്രസിഡന്റ് എന്നുള്ള പദവി എവിടെ നിന്നാണ്? USA-യിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അതുപോലെ തന്നെ നമ്മൾ എന്തെടുത്തു? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എടുത്തു. അതുപോലെ നമ്മൾ എടുത്തതാണ് USA. ഇനി റഷ്യയിൽ നിന്ന് നമ്മൾ എന്താ കടമെടുത്തിട്ടുള്ളത്? റഷ്യയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ളത് മൗലിക കടമകളും, റഷ്യയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ളത് മൗലിക കടമകൾ. അത് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? റഷ്യയിൽ നിന്നാണ്. റഷ്യയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് ഏതാണ്? മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതി. റഷ്യ മൗലിക കടമകൾ. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി, അത് നമ്മൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഓർക്കണം, ആമുഖം നമ്മൾ എവിടെ നിന്നാ കടമെടുത്തിട്ടുള്ളത്? ആമുഖം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാ? അത് USA-യിൽ നിന്നാണ്. ആമുഖം USA-യിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ നമ്മൾ USA-യിൽ നിന്നാണ്. മൗലികാവകാശം അത് USA-യിൽ നിന്നാണ്. എന്നാൽ മൗലിക കടമകൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? മൗലിക കടമകൾ നമ്മൾ റഷ്യയിൽ നിന്നാണ്. മറന്നു പോകരുത്, മൗലിക കടമകൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ അത് നമ്മൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. മൗലിക കടമകൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? റഷ്യയിൽ നിന്നാണ് എന്നോർക്കുക. ഇനി നമുക്ക് ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാർലമെന്ററി ജനാധിപത്യം. അവിടെ ബ്രിട്ടനിലാണ് തുടക്കം. ബ്രിട്ടനിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ളത് പാർലമെന്ററി ജനാധിപത്യം. ഒട്ടനവധി ഘടകങ്ങൾ നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ, ബ്രിട്ടനിൽ നിന്ന് നമ്മൾ കടമെടുത്ത ആശയങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ആശയമാണ് പാർലമെന്ററി ജനാധിപത്യം. അല്ലേ? പാർലമെന്ററി ജനാധിപത്യം. എന്താ ഈ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? നമ്മൾ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു, ആ പ്രതിനിധികൾ പാർലമെന്റിലെത്തി നിയമം നിർവഹിക്കുന്നു. ഈ രീതിയല്ല എല്ലാ രാജ്യത്തും. ജനാധിപത്യം തന്നെ പല രീതികളിലുണ്ട്. അതിലാണ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നമ്മൾ നിയമസഭകളിലേക്കും അതുപോലെ തന്നെ ലോക്സഭയിലേക്കും അതുപോലെ തന്നെ ഒക്കെ നമ്മൾ എന്തിനെ തെരഞ്ഞെടുക്കുന്നു? പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു തെരഞ്ഞെടുപ്പിലൂടെ. പിന്നെ ആ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി നിയമം നിർമ്മിക്കുന്നത്. അപ്പൊ പാർലമെന്ററി ജനാധിപത്യം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഏക പൗരത്വം, നിയമവാഴ്ച, നിയമനിർമ്മാണം, നിയമസമത്വം. നോക്കൂ, ഏക പൗരത്വം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഏക പൗരത്വം. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഇരട്ട പൗരത്വം പറ്റില്ല. മറ്റൊരു രാജ്യത്ത് പൗരത്വം പറ്റില്ല. മറ്റൊരു രാജ്യത്ത് പൗരത്വം ഉണ്ടായാൽ അവരുടെ പൗരത്വം തന്നെത്താൻ നഷ്ടപ്പെടും. ഇന്ത്യൻ പൗരത്വം തന്നെത്താൻ നഷ്ടപ്പെടും. ഈ ഏക പൗരത്വം എന്നുള്ള ആശയം നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ഏക പൗരത്വം എന്നുള്ള ആശയം തിരഞ്ഞെടുക്കുന്നത്. നിയമനിർമ്മാണവും നിയമസമത്വവും നിയമവാഴ്ചയും, നിയമവാഴ്ച, നിയമനിർമ്മാണം, നിയമസമത്വം. ഏതെല്ലാമാണ്? നിയമവാഴ്ച, നിയമനിർമ്മാണം, നിയമസമത്വം. ഇതെല്ലാം തന്നെ നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നാണ്. ക്യാബിനറ്റ് സമ്പ്രദായം ഞാൻ പിന്നീട് വിശദീകരിക്കേണ്ടത്, നമുക്കിത് പെട്ടെന്ന് തീർക്കണമല്ലോ, അല്ലാതെ നീണ്ടുപോകുന്നു. ക്യാബിനറ്റ് സമ്പ്രദായം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ക്യാബിനറ്റ് സമ്പ്രദായം നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. ഈ പാർലമെന്ററി ജനാധിപത്യവുമായി ബന്ധപ്പെട്ടതാണ് ക്യാബിനറ്റ് സമ്പ്രദായം. ആ ക്യാബിനറ്റ് സമ്പ്രദായം നമ്മളെടുത്ത് പാർലമെന്ററിലാണ് നിയമം നിർമ്മിക്കുന്നത്.
ആ നിയമം, റൂൾ ഓഫ് ലോ, ഇന്ത്യയിൽ നടക്കുന്നത് നിയമവാഴ്ചയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഈക്വാലിറ്റി ബിഫോർ ലോ. ഇതൊക്കെ നിങ്ങൾക്ക് പാർലമെന്ററി ജനാധിപത്യവുമായി കണക്ട് ചെയ്യാം. ആ പാർലമെന്റുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ക്യാബിനറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത്. രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം. നമ്മുടെ ബ്രിട്ടീഷ് അമേരിക്കൻ രാഷ്ട്രപതിയുടെ പോലെയല്ല നമ്മുടെ രാഷ്ട്രപതി. ഈ ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക് അല്ല. അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനല്ല. അവിടെ രാജവാഴ്ചയുടെ ഭാഗമായിട്ടുള്ള രാഷ്ട്രത്തലവനാണ്. പക്ഷെ അയാൾക്ക് ബ്രിട്ടനിൽ ജനാധിപത്യം ഉള്ളത് കൊണ്ട് തന്നെ ആ രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരമേ ഉള്ളൂ. പക്ഷെ ഇന്ത്യ റിപ്പബ്ലിക്കാണ്, അതിന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രത്തലവനുണ്ട്. പക്ഷെ ബ്രിട്ടനിലെ പോലെ രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം മാത്രമേ ഉള്ളൂ. രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം. ബ്രിട്ടനുമായിട്ടൊന്ന് ഓർത്തു വെച്ചാൽ മതി. ബ്രിട്ടൻ റിപ്പബ്ലിക് അല്ല, അവിടെ എന്താണ്, രാജവാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രത്തലവൻ. പക്ഷെ അവിടെ ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു രാഷ്ട്രത്തലവൻ അവർ കുറഞ്ഞ അധികാരമേ കൊടുത്തിട്ടുള്ളൂ. അത് നമ്മൾ സ്വീകരിച്ചു. പക്ഷെ നമ്മൾ റിപ്പബ്ലിക്കായി. നമ്മുടെ രാഷ്ട്രത്തലവനും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ്. അതുപോലെ തന്നെ റിട്ടുകൾ എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടാൽ, മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ, നമുക്ക് ഓരോ പൗരനും മൗലികാവകാശങ്ങളുണ്ട്. ആ മൗലികാവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാം, അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം. നമ്മുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇത്തരം കോടതികൾ പുറത്തിറക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ആ റിട്ടുകൾ നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? റിട്ടുകൾ എടുത്തിട്ടുള്ളത് നമ്മൾ എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നാണ്. റിട്ടുകൾ മാത്രമല്ല, നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 2 സഭകളുണ്ട്. ഏതൊക്കെയാ? ഒരു ഉപരിസഭയുമുണ്ട്, ഒരു അധോസഭയുമുണ്ട്. ഉപരിസഭ എന്ന് പറയുന്നത് രാജ്യസഭയും അധോസഭ എന്ന് പറയുന്നത് ലോകസഭയുമാണ്. ഇതിനെയാണ് ദ്വിമണ്ഡല സമ്പ്രദായം എന്ന് പറയുന്നത്, ബൈകാർമറി പാർലമെന്റ് എന്ന് പറയുന്നത്. ആ ദ്വിമണ്ഡല സമ്പ്രദായം, പാർലമെന്ററി ജനാധിപത്യം, ക്യാബിനറ്റ് സമ്പ്രദായം എന്നതുപോലെ അതിനോടൊപ്പം ഓർക്കുക, ദ്വിമണ്ഡല സമ്പ്രദായവും നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഏത് നിന്നാണ്? പാർലമെന്റിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്നാണ്. കൂട്ടുത്തരവാദിത്തമുണ്ട്. ആ കൂട്ടുത്തരവാദിത്തം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നാണ് കൂട്ടുത്തരവാദിത്തം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG കേട്ടിട്ടില്ലേ? CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പൊ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG, അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഏത് പാർലമെന്റിൽ നിന്നാണ്? ഭരണഘടനയിൽ നിന്നാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. സ്പീക്കർ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, അത് പാർലമെന്ററി ജനാധിപത്യവുമായി ബന്ധപ്പെട്ടതാണ് സ്പീക്കർ. അതുപോലെ തന്നെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ഇതെല്ലാം തന്നെ നമ്മൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നും കടമെടുത്തതാണ്. അപ്പോൾ ഏതെല്ലാമാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്? ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് പാർലമെന്ററി ജനാധിപത്യം. ആ പാർലമെന്ററി ജനാധിപത്യത്തോട് നിങ്ങൾ നോക്കണം. പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? പാർലമെന്റിന്റെ പ്രധാന ചുമതല നിയമനിർമ്മാണമാണ്. പരീക്ഷയ്ക്ക് വരെ പാർലമെന്റിന്റെ പ്രധാന ചുമതല നിയമനിർമ്മാണമാണ്. പാർലമെന്ററി ജനാധിപത്യം നമുക്കറിയാം ബ്രിട്ടനിലാണ് തുടങ്ങുന്നത്. ഇപ്പൊ പാർലമെന്ററി ജനാധിപത്യം, ആധുനിക പാർലമെന്ററി ജനാധിപത്യം എവിടെ തുടങ്ങുന്നത്? അത് ബ്രിട്ടനിൽ നിന്നാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുക, നിയമനിർമ്മാണവും നിയമവാഴ്ചയും നിയമത്തിന് മുന്നിൽ സമത്വവും ഒക്കെ തന്നെ ബ്രിട്ടനിൽ നിന്നാണ്. ഇനി പാർലമെന്റുമായി ബന്ധപ്പെട്ടതാണ് ക്യാബിനറ്റ് സമ്പ്രദായം. അതുപോലെ തന്നെ ദ്വിമണ്ഡല സമ്പ്രദായം. നമ്മുടെ പാർലമെന്റിന് 2 സഭകളുണ്ട്. ദ്വിമണ്ഡല സമ്പ്രദായം. പാർലമെന്റിൽ ലോക്സഭയിലുള്ളതാണ് സ്പീക്കർ. അതുപോലെ കേവല ഭൂരിപക്ഷം, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, കൂട്ടുത്തരവാദിത്തം. അതുപോലെ തന്നെ ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക് അല്ല, അവിടെ രാജ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് രാഷ്ട്രത്തലവൻ. അതുകൊണ്ട് തന്നെ അയാൾക്ക് നാമമാത്രമായ അധികാരമേ ഉള്ളൂ. ആ നാമമാത്രമായ അധികാരം നമ്മൾ സ്വീകരിച്ചു. പക്ഷേ രാഷ്ട്രപതി റിപ്പബ്ലിക് എന്നുള്ള രീതിയിൽ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അപ്പോൾ ബ്രിട്ടനെ ഓർത്തു വയ്ക്കാൻ വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ചില പോസ്റ്റുകൾ, ആ പോസ്റ്റുകൾ ഭരണഘടനയിൽ നിന്ന് വരുന്നു എന്ന് നമ്മൾ ഓർക്കാണല്ലോ. നമുക്കറിയാം, നമ്മൾ ചില പോസ്റ്റുകൾ ഗവർണർ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. വൈസ് പ്രസിഡന്റ് USA-യിൽ നിന്നാണ്. എന്നാൽ ഓർക്കുക, സ്പീക്കർ ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നാണ്, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. സ്പീക്കർ അവിടെ നിന്നാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്.
അടുത്ത പ്രധാനപ്പെട്ട ഒരു രാജ്യം, നമ്മൾ കടമെടുത്ത ആശയങ്ങൾ പ്രധാനപ്പെട്ട രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ് കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് അത് ഓസ്ട്രേലിയയിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് ചോദിക്കാറ് കൺകറന്റ് ലിസ്റ്റ് തന്നെയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ കടമെടുത്തത് ഏതാണ്? ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ കടമെടുത്തത് കൺകറന്റ് ലിസ്റ്റ്. നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ്. ഇപ്പൊ കൺകറന്റ് ലിസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, ജോയിന്റ് സിറ്റിംഗ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. അതുപോലെ തന്നെ നമ്മൾ വ്യവസായം, വാണിജ്യം, ഇതിനുള്ള സ്വാതന്ത്ര്യം, വ്യവസായം, വാണിജ്യം, ഇതിനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ തന്നെ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അത് ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതെല്ലാമാണ്. കാനഡയിൽ നിന്നാണ് ഫെഡറൽ സംവിധാനം. ഫെഡറൽ സംവിധാനം നമ്മൾ എവിടുന്നാ കടമെടുത്തിട്ടുള്ളത്? കാനഡയിൽ നിന്ന്. കാനഡയെ നമ്മൾ ഓർക്കുമ്പോൾ കാനഡ, അവിടെ നിന്നാണ് ഫെഡറൽ സംവിധാനം. ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ അധികാര വിഭജനമാണ്. നമ്മുടെ ഇവിടെ അധികാര വിഭജനം എങ്ങനെയാണ് നടക്കുന്നത്? അധികാര വിഭജനം നടക്കുന്നത് പ്രധാനമായും യൂണിയൻ ഗവൺമെന്റ്, കേന്ദ്രത്തിലുള്ള ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഇടയിലാണ്. അങ്ങനെ വരുമ്പോൾ രണ്ടിന്റെ നിയമനിർമ്മാണ സഭയും, യൂണിയൻ ഗവൺമെന്റിൽ പാർലമെന്റാണ് നിയമനിർമ്മാണം നടത്തുന്നത്, സ്റ്റേറ്റിൽ നിയമസഭകളുണ്ട്, അതാണ് നിയമനിർമ്മാണം നടത്തുന്നത്. ഇത് ഏതൊക്കെ ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നില്ലെങ്കിൽ അവർ തമ്മിൽ തർക്കമുണ്ടാവും. അപ്പോഴാണ് ലിസ്റ്റുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, ഇനി രണ്ടു കൂട്ടർക്കും നിയമനിർമ്മാണം നടത്താൻ പറ്റാവുന്ന കൺകറന്റ് ലിസ്റ്റ്, അതൊക്കെ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ട് ഓർച്ചാൽ മതി. കൺകറന്റ് ലിസ്റ്റ്, ഇതൊക്കെ കാനഡയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത്, കൺകറന്റ് ലിസ്റ്റിലെ അവശിഷ്ടാധികാരങ്ങൾ, റെസിഡ്യുവൽ പവേഴ്സ്, അവശിഷ്ടാധികാരം. പക്ഷെ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ, ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് കൺകറന്റ് ലിസ്റ്റ്. രണ്ടു കൂട്ടർക്കും നിയമനിർമ്മാണം നടത്താൻ പറ്റാവുന്ന കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അവശിഷ്ടാധികാരം, റെസിഡ്യുവൽ പവേഴ്സ്, അതായത് സ്റ്റേറ്റിന് മാത്രം നിയമനിർമ്മാണം നടത്താൻ പറ്റാവുന്ന സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയന് മാത്രം നിയമനിർമ്മാണം നടത്താൻ പറ്റാവുന്ന യൂണിയൻ ലിസ്റ്റ്, എന്നാൽ രണ്ടു കൂട്ടർക്കും നിയമനിർമ്മാണം നടത്താൻ പറ്റാവുന്ന കൺകറന്റ് ലിസ്റ്റ്. ഇതിലൊന്നും പെടാതെ ഒരു വിഷയം വരാം. ഇപ്പം ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ഇല്ല, AI ഇല്ല. അങ്ങനെ ചില വിഷയങ്ങൾ വന്നാൽ ഇതിലൊന്നും പറയാത്ത വിഷയങ്ങൾ, അവശിഷ്ടാധികാരങ്ങൾ, അത് ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ അവശിഷ്ടാധികാരം എന്നുള്ള കാര്യം. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും അവശിഷ്ടാധികാരവും നമ്മൾ കാനഡയിൽ നിന്നാണ്. എന്നാൽ കൺകറന്റ് ലിസ്റ്റ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ആ വ്യത്യാസം ഓർത്തിരിക്കണം. ഓസ്ട്രേലിയയിൽ നിന്നാണ്. സംസ്ഥാന ഗവർണർമാരുടെ നിയമനം. എന്നാൽ സംസ്ഥാന ഗവർണർമാരുടെ നിയമനം നമ്മൾ എവിടെ നിന്നാ? സംസ്ഥാന ഗവർണർമാർ നിയമനം, സംസ്ഥാന ഗവർണർമാരുടെ നിയമനം, അത് നമ്മൾ കാനഡയിൽ നിന്നാണ്. സംസ്ഥാന ഗവർണർമാരുടെ നിയമനം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. അപ്പൊ കാനഡയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. സംസ്ഥാന നിർമ്മാണം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ചില പോസ്റ്റുകളിൽ ഓർക്കേണ്ടത്, കൺഫ്യൂഷൻ ഉണ്ടാവാതെയും പോകേണ്ടത്, നമ്മൾ പ്രധാനപ്പെട്ട ചില പോസ്റ്റുകളിൽ ഓർക്കേണ്ടത് ഏതാണ്? ഗവർണർ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണെങ്കിലും സംസ്ഥാന ഗവർണർമാരുടെ നിയമനം, ഈ ഗവർണർമാരുടെ, സംസ്ഥാന ഗവർണർമാരുടെ നിയമനം
അത് എടുത്തിട്ടുള്ളത് സംസ്ഥാന ഗവർണർമാരുടെ നിയമനം, അത് കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അത് കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതി USA-യിൽ നിന്നാണെങ്കിലും സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം, ഈ സുപ്രീം കോടതിയുടെ ഉപദേശാധികാരമുണ്ട്, സുപ്രീം കോടതിക്ക് ഉപദേശം കൊടുക്കാനുള്ള അധികാരമുണ്ട്, അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. ഇപ്പം കാനഡ ഏതാണെന്ന് നമ്മൾക്ക് മനസ്സിലായല്ലോ. കാനഡ കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് ജപ്പാനാണ്. ജപ്പാനിൽ നിയമസ്ഥാപിതമായ വ്യവസ്ഥ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയും. നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാനിൽ നിന്നാണ്. ജപ്പാനിൽ നിന്ന് എന്താണ്? ജപ്പാനിൽ നിന്ന് നമ്മൾ എന്താണ് കടമെടുത്തിട്ടുള്ളത്? ജപ്പാനിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് നിയമസ്ഥാപിതമായ വ്യവസ്ഥയാണ്. നിയമസ്ഥാപിതമായ വ്യവസ്ഥ, നിയമസ്ഥാപിതമായ വ്യവസ്ഥ അത് ജപ്പാനിൽ നിന്നാണ്. ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം ബ്രിട്ടനിൽ നിന്നാണ് അല്ലേ? എന്താണ്? ബ്രിട്ടനിൽ നിന്നാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിയമവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ബ്രിട്ടനിൽ നിന്നാണ്. അതെന്താണ്? പാർലമെന്ററി ജനാധിപത്യം ബ്രിട്ടനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണം, നിയമവാഴ്ച, നിയമസമത്വം ഇതൊക്കെ ബ്രിട്ടനാണ്. ഇതൊക്കെ തന്നെ ബ്രിട്ടനാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നിയമസ്ഥാപിതമായ വ്യവസ്ഥ അത് എവിടെ നിന്നാണ്? നിയമസ്ഥാപിതമായ വ്യവസ്ഥ, നിയമസ്ഥാപിതമായ വ്യവസ്ഥ അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ജപ്പാനിൽ നിന്നാണ്. ഓർക്കുക. ഇനി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളും കൂടി പഠിച്ചാൽ നമുക്ക് നിർത്താം. അയർലൻഡ്. അയർലൻഡിൽ നിന്ന് നമ്മൾ എന്തെല്ലാമാണ് കടമെടുത്തിട്ടുള്ളത്? അയർലൻഡിൽ നിന്ന് പ്രധാനമായും ചോദിക്കുന്ന ചോദ്യമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അയർലൻഡിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ളത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. നോക്കൂ, ആമുഖം USA-യിൽ നിന്നാണ്, അത് ഭാഗം 3 ഭരണഘടനയുടെ ഭാഗം 1. മൗലികാവകാശം ഭാഗം 3 അതും USA-യിൽ നിന്നാണ്. മൗലികാവകാശം, അതെ, മൗലിക കടമകൾ ഭാഗം 4A അത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. എന്നാൽ നിർദ്ദേശക തത്വം അത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അത് ഭാഗം 4 ആണ്. എന്നാൽ ഈ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അത് 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പല വ്യവസ്ഥകളും പിന്നീട് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നറിയപ്പെടുന്ന പല വ്യവസ്ഥകളും പിന്നീട് എന്തിലേക്ക് കൊണ്ടുവന്നു? നിർദ്ദേശക തത്വങ്ങളിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ ഓർക്കുക, അത് അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. പക്ഷെ 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറയുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതിലെ പല തത്വങ്ങളും നമ്മൾ എവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്? നിർദ്ദേശക തത്വത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പോയിന്റ് കൂടി അവിടെ ഓർത്തിരിക്കണം. അപ്പൊ അയർലൻഡിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? അയർലൻഡിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ്? അത് നിർദ്ദേശക തത്വമുണ്ട്. അയർലൻഡിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതിൽ നിർദ്ദേശക തത്വമുണ്ട്. നിർദ്ദേശക തത്വം മാത്രമാണോ അയർലൻഡിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്? അല്ല, നിർദ്ദേശക തത്വമല്ല. പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ്. പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഓർക്കണം, പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ ചില സംഭവങ്ങൾ ഓർക്കണം. ഗവർണർ ഉണ്ട്, വൈസ് ചെയർമാൻ ഉണ്ട്, സ്പീക്കർ ഉണ്ട്. പ്രസിഡന്റ് എവിടെ നിന്നാണ്? അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ. പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അപ്പൊ പ്രസിഡന്റ് എവിടുന്ന? ഒന്ന് ഓർത്തു നോക്കണം. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ആളുകളുണ്ട്. 12 ആളുകളെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യും. അപ്പോൾ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട്. രാജ്യസഭാ അംഗങ്ങളെ 12 ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്? നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട്. അതും എവിടെ നിന്നാണ്? ആ നാമനിർദ്ദേശവും അയർലൻഡിൽ നിന്നാണ്. അപ്പം അയർലൻഡ് കഴിഞ്ഞു. അപ്പം നാമനിർദ്ദേശക തത്വങ്ങളൊന്ന് കണക്ട് ചെയ്ത് ഓർത്തു വയ്ക്കുക. ഇനി
ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് രണ്ട് കാര്യങ്ങൾ: ഭരണഘടനാ ഭേദഗതിയും രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എന്തെല്ലാം ഉണ്ട്? ഭരണഘടനാ ഭേദഗതിയുണ്ട്, അതുപോലെ തന്നെ രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. പറയൂ, അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എന്തെല്ലാമാണുള്ളത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എന്തെല്ലാമുണ്ട്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നമുക്ക് പ്രധാനമായും രണ്ട് കാര്യങ്ങളുണ്ട്. എന്തെല്ലാമാണ് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത്? ഭരണഘടനാ ഭേദഗതിയും രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി വളരെ പ്രധാനപ്പെട്ടതാണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇത് പലതും ചോദിച്ചതാണ്, അത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചോദിക്കാറുണ്ട്, ഭരണഘടനാ ഭേദഗതി ചോദിക്കാറുണ്ട്. അത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. മറ്റൊന്ന് ഫ്രാൻസ് ആണ്. ഫ്രാൻസിൽ നമുക്കറിയാം വളരെ എളുപ്പമാണ്, ഫ്രാൻസിന്റെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഫ്രാൻസ് റിപ്പബ്ലിക് എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള മുദ്രാവാക്യം ഫ്രാൻസിന്റെ സ്വാതന്ത്ര്യ സമര കാലത്താണ് പൊട്ടിപ്പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഓർക്കാൻ പറ്റും. എങ്ങനെയാ വളരെ പെട്ടെന്ന് ഓർക്കാൻ പറ്റുക? ഫ്രാൻസുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യം, സമത്വം, റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് വരുന്നത്? അത് ഫ്രാൻസിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ എന്തെല്ലാമാണ് ഫ്രാൻസിൽ നിന്ന് വരുന്നത്? ഫ്രാൻസിലെ റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതൊക്കെ തന്നെ ഫ്രാൻസിൽ നിന്നാണ് വരുന്നത്. ഇനി ജർമ്മനിയിൽ നിന്ന് അടിയന്തരാവസ്ഥ എവിടെ നിന്നാണ്? അടിയന്തരാവസ്ഥ നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടും എന്നുള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എവിടെയല്ല? ദക്ഷിണാഫ്രിക്കയല്ല. നമുക്കറിയാം അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അതിൽ അടിയന്തരാവസ്ഥയുണ്ട്. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നത്, അവിടെ മൗലികാവകാശം റദ്ദാക്കപ്പെടുന്നത്, റദ്ദ് ചെയ്യൽ, അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്നാണ്. നോക്കൂ, ജർമ്മനിയിലും നിങ്ങൾക്കറിയാം ഒരു കാലത്ത് ഏകാധിപത്യമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട കടമെടുത്ത ആശയങ്ങളുമായിട്ട് ഈ അടുത്ത കാലത്ത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചവ. നമുക്കൊന്നുകൂടി വളരെ പെട്ടെന്ന് കടന്നു പോകാം. എന്തെല്ലാമാണ് ചോദിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ബറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ കടം കൊണ്ട ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? 1935 എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടുള്ളത്, അല്ലേ? ഇന്ത്യ ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്കറിയാം അതിലെ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അവിടെ നിന്നുള്ളതാണ് ഗവർണർ പദവി, PSC, ഫെഡറൽ കോടതി, അടിയന്തരാവസ്ഥ. എന്നാൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു അടിയന്തരാവസ്ഥ കാലത്ത് എന്നുള്ളത് നമ്മൾ ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്, അതോർത്തിരിക്കുക. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതി നമ്മൾ USA നിന്നാണ്. എന്നാൽ ഫെഡറൽ കോടതി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. എന്നാൽ സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം കാനഡയിൽ നിന്നാണ്. ഗവർണർ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. എന്നാൽ സംസ്ഥാന ഗവർണർമാരുടെ നിയമനം നമ്മൾ കാനഡയിൽ നിന്നാണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് USA നിന്നും സ്പീക്കർ ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമുക്കൊരു കാര്യം അറിയാം. ആമുഖം അത് USA നിന്നാണ്, മൗലികാവകാശം USA നിന്നാണ്, മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ്, നിർദ്ദേശക തത്വം എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വം എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്, പലതവണ ചോദിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? റഷ്യയാണ്. മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളും. ബ്രിട്ടനിൽ നിന്ന് പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, നിയമനിർമ്മാണം, നിയമസമത്വം എന്നിവ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. പക്ഷേ നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാനിൽ നിന്നാണ്.
ക്യാബിനറ്റ് സമ്പ്രദായവും രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരവും റിട്ടുകളും ദ്വിമണ്ഡല സംവിധാനവും കൂട്ടുത്തരവാദിത്വവും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും സ്പീക്കറും കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ബ്രിട്ടനിൽ നിന്നാണ്. കാനഡ ഫെഡറൽ സംവിധാനം. സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും അവശിഷ്ടാധികാരവും കാനഡയിൽ നിന്നാണ്. ഫെഡറൽ സംവിധാനത്തോടൊപ്പം ഓർത്തിരിക്കാൻ പറ്റാവുന്നതാണ്. എന്നാൽ കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ്. സംസ്ഥാന ഗവർണർമാരുടെ നിയമനം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം എന്നുള്ളതൊക്കെ തന്നെ എവിടെ നിന്നാണ്? നമുക്കറിയാം, കാനഡയിൽ നിന്നാണ്. എന്നാൽ കൺകറന്റ് ലിസ്റ്റും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവും വ്യവസായ വാണിജ്യങ്ങളുടെ സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.